സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ബദൽ അയ്യപ്പ സംഗമം ഈ മാസം 22-നാണ് നടക്കുന്നത്. ശബരിമല സംരക്ഷണ സംഗമം എന്ന പേരിലാകും പരിപാടി നടത്തുക എന്ന് ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കി. SNDP, NSS സംഘടനകളുമായും സംസാരിക്കുമെന്ന് RV ബാബു പറഞ്ഞു. അയ്യപ്പ സംഗമം നടത്താൻ CPM-ന് ധാർമ്മികമായി അർഹതയില്ലെന്ന് ശബരിമല കർമ്മസമിതി അംഗവും വ്യക്തമാക്കി. യഥാർത്ഥ അയ്യപ്പന്മാരുടെ സംഗമം അത് സെപ്റ്റംബർ 22-ാം തീയതി പന്തളത്ത് നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പന്തളത്ത് വെച്ച് കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ട് അയ്യപ്പ വിശ്വാസത്തെ കൂടെ നിർത്തുന്ന ഇപ്പോൾ പന്തളം കൊട്ടാരം പോലുള്ള അവരുടെ പിന്തുണയുണ്ട് ഈ കാര്യത്തിൽ. കേരളത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകൾ, ഇപ്പോൾ മലയറിയ സഭ പോലുള്ള സംഘടനകൾ, ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കുകയാണ്. ഞങ്ങൾ SNDP-യുമായിട്ട് സംസാരിക്കുന്നു, ഞങ്ങൾ NSS-ഉമായിട്ട് സംസാരിക്കുന്നു. കേരളത്തിലെ എല്ലാ വിഭാഗം ഹൈന്ദവ സംഘടനകളെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടത്തുക. ലോക പ്രശസ്തമായ കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈശ്വരവിശ്വാസത്തിന്റെ കാര്യത്തിൽ. അവരൊരു മതത്തിലും വിശ്വസിക്കുന്നില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് ധാർമ്മികമായിട്ട് ഇത്തരം ഒരു കാര്യത്തിൽ ഇടപെടാനുള്ള യാതൊരു ബാധ്യതയുമില്ല. ഇന്നിപ്പോൾ ശബരിമലയാണെങ്കിൽ നാളെ മറ്റു വിഭാഗങ്ങളുടെ പള്ളികളിലോ മസ്ജിദിലോ ഒക്കെ ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് അത്തരത്തിൽ ഒരു കാരണവശാലും ഈ സർക്കാരിന് അവകാശമില്ലാത്ത ഈ സംഭവത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. സജോ ദേവസ്യയും ഒപ്പം VS രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം സജോ ദേവസ്യയിലേക്ക് പോകാം. സജോ ദേവസ്യ, ഇവർ വ്യക്തമാക്കുന്നത് ധാർമ്മികമായ ഒരു അവകാശവുമില്ല സർക്കാരിന് ഇത്തരം ഒരു പരിപാടി നടത്താനെന്നാണ് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അതിനൊരു ബദൽ അയ്യപ്പ സംഗമം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ മാസം 22-നായിരിക്കും നടക്കുക, അല്ലേ? ശ്രുതി, പന്തളത്ത് ഈ മാസം 22-നാണ് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ബദൽ അയ്യപ്പ സംഗമം നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് സംഘപരിവാര സംഘടനകളുടെ നേതൃത്വത്തിലാണ് ശബരിമല കർമ്മസമിതി രൂപീകരിക്കപ്പെട്ടത്. ശബരിമല പ്രക്ഷോഭകാലത്ത് അതിൽ സംഘപരിവാർ സംഘടനകൾക്ക് പുറമെ മറ്റു വിവിധ ഹൈന്ദവ സംഘടനകൾ കൂടിയുണ്ട്. ഹിന്ദു ഐക്യവേദിയും മറ്റ് സംഘപരിവാര സംഘടനകളും ഒക്കെ ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തുകയും ശബരിമല കർമ്മസമിതി തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതായത് അവർ പറയുന്നത് ഇങ്ങനെ: പമ്പയുടെ തീരത്ത് ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ധാർമ്മികമായി സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഇക്കാര്യത്തിൽ അവകാശമില്ല, അർഹതയില്ല. കാരണം യുവതീ പ്രവേശന വിഷയത്തിൽ ബോർഡിന്റെയും സർക്കാരിന്റെയും ഒക്കെ സത്യവാങ്മൂലം നിലവിൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അത് പിൻവലിച്ചിട്ടില്ല, അത് പരിശോധിക്കും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഇവർ പറയുന്നത് നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകളെ തിരികെ പിടിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം അതിന്റെ ഭാഗമായി നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയ്ക്ക് മാത്രമാണ് അതിനെ കാണാൻ കഴിയുക. അങ്ങനെ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകാൻ ധാർമ്മികമായ അർഹതയില്ല. അത് ദേവസ്വം ബോർഡ് സാങ്കേതികമായി നടത്തുമ്പോഴും സർക്കാരിന്റെയും CPIM-ന്റെയും താല്പര്യം തന്നെയാണ് അതിൽ യഥാർത്ഥത്തിലുള്ളതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് തുടങ്ങി ഈ വിഷയത്തിൽ ഈ പരിക്ക് പരിഹരിക്കുക, നേരത്തെ കൈവള്ളിയ ഒരു വിഷയമാണ്, പരിക്ക് പരിഹരിക്കുക എന്ന ലക്ഷ്യമുണ്ടാകും. അത് മുൻകൂട്ടി കാണുന്നു സംഘപരിവാർ സംഘടനകൾ. സ്വാഭാവികമായും അതിനെതിരായ വ്യാപകമായ ക്യാമ്പയിൻ നടത്തുക, ബദൽ അയ്യപ്പ സംഗമം വളരെ വിപുലമായ തോതിൽ സംഘടിപ്പിക്കുക. ഇതിനകം തന്നെ സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചിട്ടുള്ള NSS-നെയും SNDP-യോടും കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുക. അതിൽ ശബരിമല കർമ്മസമിതിയുടെ നേതാവ് കൂടിയ SJR കുമാർ ഉപയോഗിച്ച വാക്ക് ആ സംഘടനകളെ സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് നാമജപ ഘോഷയാത്രയുടെയും മറ്റും പേരിലുള്ള കേസുകൾ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല, സത്യവാങ്മൂലം തിരുത്തിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ധാർമ്മികമായി ഈ പരിപാടി സംഘടിപ്പിക്കാൻ? അവിടുത്തെ ആചാരത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച സർക്കാരിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനൊക്കെ അതെങ്ങനെ കഴിയും എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഈ വിഷയത്തെ സജീവമായി ഉയർത്തിക്കൊണ്ടുവരിക, അതൊരു സജീവ ക്യാമ്പയിനായി നിലനിർത്തുക എന്നതാണ്. പരമാവധി ഈ വിഷയത്തിൽ നിയമപരമായി കോടതിയെയും സമീപിക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ അവർ നടത്തുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും നിലയ്ക്ക് ദേവസ്വം ബോർഡിന് വിശ്വാസ അല്ലെങ്കിൽ ആചാരപരമോ ക്ഷേത്രത്തിന്റെ വികസനമോ അല്ലാത്ത ഒരു പരിപാടിക്ക് പണം ചെലവഴിച്ച് നടത്താൻ കഴിയുകയില്ല എന്ന ചട്ടമുണ്ട്. അതുകൊണ്ട് ആ വിഷയം കോടതിയിൽ ചോദ്യം ചെയ്യും എന്ന വാദവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. പരമാവധി ആഗോള അയ്യപ്പ സംഗമത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ അതിനെതിരായ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തും എന്ന ഒരു നിലപാട് അവർ പ്രഖ്യാപിക്കുന്നു. ബദൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പരിപാടിയാണെന്ന വ്യാഖ്യാനം നൽകും. സ്വാഭാവികമായും ഇതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകളെ തിരിച്ചുപിടിക്കാനുള്ള കാപട്യം മാത്രമാണെന്ന് വ്യാഖ്യാനിക്കാനാണ് സംഘപരിവാര സംഘടനകളുടെ ശ്രമം. അതിന്റെ ഭാഗമായുള്ള ക്യാമ്പയിൻ, അതിന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന നിലയ്ക്കാണ് അവർ നടത്തുന്ന ബദൽ അയ്യപ്പ സംഗമവും നിശ്ചയിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.